ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഒരു വാഹനത്തിലെ പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവൈസാണ് എയർ ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അല്ലെങ്കിൽ വാഹനത്തിലെ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സ് നിർബന്ധമായും കൃത്യമായും അറിഞ്ഞിരിക്കേണ്ട എയർ ബാഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാഹനം ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിലെ പാസഞ്ചേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് പ്രധാനമായും എയർ ബാഗ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഹെഡ്, നെക്ക്, ചെസ്റ്റ്, ലെഗ് തുടങ്ങിയ പ്രധാന ഭാഗങ്ങൾ, സ്റ്റിയറിങ്, ഡാഷ്ബോർഡ്, വാഹനത്തിൻ്റെ ഫ്രെയിം, ഫ്രണ്ട് ഗ്ലാസ് തുടങ്ങിയ വാഹനത്തിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളിൽ പോയിട്ട് പെട്ടെന്ന് ഇടിച്ചിട്ട് ഇഞ്ചുറി ഉണ്ടാകുന്നതിൽ നിന്നും നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ ഒരു സംവിധാനം പ്രധാനമായും ഉപയോഗിക്കുന്നത്. എയർ ബാഗുമായി ബന്ധപ്പെട്ട പ്രധാന ഭാഗങ്ങളാണ് ക്രാഷ് സെൻസറുകൾ, എയർ ബാഗ് കൺട്രോൾ മൊഡ്യൂള്, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്, ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ തുടങ്ങിയ ഇലക്ട്രിക് ഡിവൈസുകളൊക്കെ ക്രോഡീകരിച്ച് അല്ലെങ്കിൽ ഏകീകരിച്ചിട്ടാണ് ഒരു ക്രാഷ് ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായി എയർ ബാഗ് ഓപ്പൺ ആയിട്ട് വാഹനത്തിലെ പാസഞ്ചേഴ്സിന് ഒരു സേഫ്റ്റി ഡിവൈസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. എയർ ബാഗിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കെമിക്കലുകളാണ് സോഡിയം അസൈഡും പൊട്ടാസ്യം നൈട്രേറ്റും. ഒരു വാഹനം ക്രാഷ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് സംഭവിക്കുന്ന സമയത്ത് ക്രാഷ് സെൻസറുകൾ കൃത്യമായിട്ട് അത് സെൻസ് ചെയ്യണം. സെൻസ് ചെയ്ത ശേഷം ആ ഒരു സിഗ്നൽസ് എയർ ബാഗിൻ്റെ കൺട്രോൾ മൊഡ്യൂളിലേക്ക് സെൻഡ് ചെയ്യണം, അയക്കുകയാണ്. അപ്പോൾ കുറേ പാരാമീറ്ററുകൾ വെച്ചിട്ടാണ് ഈ ക്രാഷ് സെൻസർ ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ വാഹനത്തിൻ്റെ സ്പീഡായിരിക്കാം, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇമ്പാക്റ്റ് ആയിരിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ക്രാഷ് സെൻസർ എയർ ബാഗിൻ്റെ കൺട്രോൾ മൊഡ്യൂളിലേക്ക് സിഗ്നൽസ് പാസ് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് സെൻസർ ഇലക്ട്രിക് സർക്യൂട്ട് ട്രിഗർ ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സോഡിയം അസൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ് തുടങ്ങിയ കെമിക്കലിലേക്ക് ഒരു സ്മോൾ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഒരു ഇഗ്നൈറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത്, സ്മോൾ എക്സ്പ്ലോഷൻ നടക്കുന്ന സമയത്ത് സോഡിയം അസൈഡും പൊട്ടാസ്യം നൈട്രേറ്റും വിഘടിക്കണം, അതായത് ഡീകമ്പോസ് ആയി അവിടെ നമുക്ക് സോഡിയം മെറ്റലും നൈട്രജൻ ഗ്യാസും ഫോം ആകുകയാണ്. ഇങ്ങനെ ഫോം ആകുന്ന ലാർജ് വോളിയം ഓഫ് ഹാംലെസ് ഗ്യാസ്, അതായത് നൈട്രജൻ ഗ്യാസ് വളരെ ക്വിക്കായിട്ട്, ഇത് വിഷാംശം ഇല്ലാത്തതാണ്, ഇത് വളരെ ക്വിക്കായിട്ട് എയർ ബാഗിനെ ഓപ്പൺ ചെയ്യണം. എയർ ബാഗ് ആക്ച്വലി നിർമ്മിച്ചിട്ടുള്ളത് നൈലോണിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഇങ്ങനെ ക്വിക്കായിട്ട് ഈ നൈട്രജൻ ഗ്യാസ് എയർ ബാഗിനെ ഓപ്പൺ ആയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയിട്ടാണ് നമുക്കൊരു സേഫ്റ്റി മെഷർമെൻറ്റ്, സേഫ്റ്റി ഡിവൈസ് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ കണ്ണ് ചിമ്മി തുറക്കുന്നതിനേക്കാൾ വേഗത്തിലാണ്, അതായത് ലെസ് ദാൻ 1/20 ഓഫ് എ സെക്കൻഡ് ഉള്ളിലാണ് ഈ എയർ ബാഗ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ നൈട്രജൻ ഗ്യാസ് എയർ ബാഗിൽ ഫില്ലാകുന്നത് 150 മുതൽ 250 വരെ മൈൽസ് പെർ ഹവർ സ്പീഡിലാണ്. അതേപോലെ എയർ ബാഗ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നത്, അത് ഓപ്പൺ ആയി വരുന്നത് 40 മില്ലി സെക്കൻഡിനുള്ളിലാണ്. ഇത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഈ എയർ ബാഗ് ഓപ്പൺ ആയി വരുന്നത്. എയർ ബാഗിൽ നൈട്രജൻ ഗ്യാസ് നിറഞ്ഞ് ക്വിക്കായിട്ട് ഇൻഫ്ലേറ്റ് ആവുന്നു, അത് ഓപ്പൺ ആവുന്നു. വിത്തിൻ സെക്കൻഡ്സിൽ ഈ ഒരു ഇൻഫ്ലേറ്റ് ആയിട്ടുള്ള ഈ നൈട്രജൻ ഗ്യാസ് എയർ ബാഗിൽ തന്നെ ചെറിയ വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വെന്റുകൾ കൂടി ഡിസ്ചാർജ് ആയിട്ട് ഇത് ഡിഫ്ലേഷനിലേക്ക് മാറുന്നു ഈ ഒരു എയർ ബാഗ്. ഈ സമയത്ത് ഹാംലെസ് ആയിട്ടുള്ള സ്മോക്ക്, പൊടി എന്നിവ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു എയർ ബാഗിൻ്റെ പരിസരത്തായിട്ട്, അല്ലെങ്കിൽ എയർ ബാഗിൽ ഈ ഒരു സ്മോക്കും ഈ ഒരു ഡസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ കഴിയും. എയർ ബാഗിനെ നമുക്ക് SRS എയർ ബാഗ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലിൽ അല്ലെങ്കിൽ ഡാഷ്ബോർഡിലൊക്കെ SRS എയർ ബാഗ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ SRS എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലിമെൻ്ററി റിസ്ട്രെയിൻ സിസ്റ്റം. അതായത് നമ്മളെ സീറ്റ് ബെൽറ്റ്, എയർ ബാഗ് തുടങ്ങിയവ നമ്മളെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഡിവൈസുകളാണ്. ഇത് പരസ്പരം കണക്റ്റഡ് ആണ്. കാരണം സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ എയർ ബാഗ് ഓപ്പൺ ആകുള്ളൂ. കാരണം എന്താണ്? നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, ഒരു ഇമ്പാക്റ്റ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നത്, അതായത് സ്റ്റിയറിംഗ് വീലിലേക്ക് പോകും. ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ, കോ പാസഞ്ചർ ആണെങ്കിൽ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ഡാഷ്ബോർഡിലേക്കാണ്. അപ്പോൾ കൃത്യമായി സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മളെ ബോഡി ഫ്രണ്ടിലേക്ക് പോകും. ആ സമയത്ത് എയർ ബാഗ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വലിയൊരു ഇഞ്ചുറി അല്ലെങ്കിൽ ഡെത്തിലേക്ക് പോകുന്ന
സാഹചര്യം ഉണ്ടാവും. ചില ആളുകൾ വാഹനങ്ങളിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, കോ പാസഞ്ചർ സീറ്റിൽ ഇരുന്നിട്ട് കാല് ഡാഷ്ബോർഡിൽ കയറ്റി വെക്കും. ആ ഒരു കാര്യം ഒരു കാരണവശാലും ചെയ്യരുത്. ഒരു ഇമ്പാക്റ്റ് സംഭവിക്കുന്ന സമയത്ത് എയർ ബാഗ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളെ കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കാല് ഡാഷ്ബോർഡിൻ്റെ എയർ ബാഗിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു കാരണവശാലും കയറ്റി വെക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എയർ ബാഗുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, പ്രോപ്പർ സീറ്റിംഗ് പൊസിഷനാണ്. നമ്മൾ ഓരോ ആളുകളുടെയും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് അല്ലെങ്കിൽ കോ പാസഞ്ചർ സീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷേ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്രൈവിംഗ് സീറ്റ് ഒരു കാരണവശാലും സ്റ്റിയറിങ്ങിന് വളരെ അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യരുത്. ഒരു ചെറിയ ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം. ചില ആളുകൾ കണ്ടിട്ടുണ്ട് സീറ്റ് 90 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് ഓടിക്കുന്നത്. 90 ഡിഗ്രി സെറ്റ് ചെയ്ത് നീളം ലെങ്ത് ഉള്ള ആളുകൾ പോലും 90 ഡിഗ്രിയിൽ സീറ്റ് സെറ്റ് ചെയ്തിട്ട് സ്റ്റിയറിങ്ങിന് അടുത്തേക്ക് വളരെ ചേർന്ന് ഡ്രൈവ് ചെയ്യുന്ന രീതിയിൽ സീറ്റിംഗ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അത് പാടില്ല. മാക്സിമം നമ്മളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം സ്റ്റിയറിംഗ് വീലിൽ നിന്നും. കാരണം പെട്ടെന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എയർ ബാഗ് ഓപ്പൺ ആയി വരുമ്പോൾ അത് നമ്മളെ ബോഡിയിലേക്ക് കൂടുതൽ അടുത്ത് വരാത്ത രീതിയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത് സീറ്റ് ബെൽറ്റിൻ്റെ ഉപയോഗമാണ്. എയർ ബാഗും സീറ്റ് ബെൽറ്റും തമ്മിൽ കണക്റ്റഡ് ആണ്. സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് കൃത്യമായി എയർ ബാഗ് ഇൻഫ്ലേഷൻ ചെയ്യുള്ളൂ. അല്ലാതെ സീറ്റ് ബെൽറ്റ് ഇടാത്തൊരവസ്ഥയിൽ എയർ ബാഗ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ആക്സിഡൻറ്റിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ഇഞ്ചുറിയിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. അടുത്തത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എയർ ബാഗ് ആണ്. നമ്മൾ മോഡേൺ വാഹനങ്ങളിൽ പല ടൈപ്പിലുള്ള എയർ ബാഗ് കോൺഫിഗറേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ട് എയർ ബാഗ്, അതായത് ഡ്രൈവർക്ക് അല്ലെങ്കിൽ കോ പാസഞ്ചർക്ക്. സൈഡ് എയർ ബാഗ്, കർട്ടനിൽ വരുന്ന എയർ ബാഗ്. ഇനി നമ്മളെ മുട്ട് കാലിൽ സേഫ്റ്റിക്ക് വേണ്ടി വരുന്ന എയർ ബാഗ്, കാൽമുട്ടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. എന്നിവയെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പല ഡിഫറൻറ്റ് സിനാരിയോയിൽ സംഭവിക്കുന്ന ആക്സിഡൻറ്റുകളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ പ്രധാന ഭാഗങ്ങളെ അല്ലെങ്കിൽ ശരീരത്തെ കൃത്യമായി സംരക്ഷിക്കാനാണ് ഈ ഒരു പല ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എയർ ബാഗ് വാഹനങ്ങളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വെഹിക്കിൾസിലും, പാസഞ്ചർ വെഹിക്കിൾസിൽ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ അതോറിറ്റി നിർബന്ധമായിട്ടും 6 എയർ ബാഗ് കമ്പൽസറി ആയിട്ട് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബേസ് വേരിയൻറ്റ് അല്ലെങ്കിൽ ടോപ്പ് വേരിയൻറ്റ്, മിഡിൽ വേരിയൻറ്റ് എന്നൊന്നുമില്ല. നമ്മളെ ഇപ്പോൾ വരുന്ന സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ്, എയർ ബാഗ് ആയാലും EBD ആയാലും ABS ആയാലും അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് എല്ലാ മോഡലുകളിലും എല്ലാ വേരിയൻറ്റിലും പാസഞ്ചർ വാഹനങ്ങൾ നിർബന്ധമാക്കിയിട്ട് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും ഇപ്പോൾ ഇറങ്ങുന്നത് ആ ഒരു ടൈപ്പിലാണ് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അപ്പോൾ എയർ ബാഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സീറ്റ് ബെൽറ്റ് നിർബന്ധമായി ധരിച്ചിരിക്കണം. ഒരു കാരണവശാലും ഡാഷ്ബോർഡിൽ കാല് കയറ്റി വെച്ച് യാത്ര ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എയർ ബാഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവൈസാണ്. നമ്മൾ വാഹനങ്ങളിൽ പോകുന്ന സമയത്ത് കൃത്യമായി ഫ്രണ്ടിലും റിയറിൽ ഇരിക്കുന്ന ആളുകളും സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുക. വാഹനം ഫ്രണ്ടിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്നൊരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ട്രാഫിക് സിഗ്നലുകൾ കൃത്യമായി ശ്രദ്ധിക്കുക, ട്രാഫിക് റൂൾസുകൾ പാലിക്കുക. അതേപോലെ ഓവർടേക്കിംഗ് നിരോധിച്ച സ്ഥലങ്ങളിൽ ഓവർടേക്കിംഗ് ചെയ്യാതിരിക്കുക. ഇൻഡിക്കേറ്റേഴ്സ് പരമാവധി ഉപയോഗിക്കുക. രാത്രി കാലങ്ങളിൽ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഡിം പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.